അല്ലപ്പോൾ ഇത് ആരാ വന്നിരിക്കുന്നേ? ഇയാളെ കണ്ട് പരിചയമുണ്ടോ? നിങ്ങൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും നല്ല പരിചയം കാണുമല്ലേ? കുറച്ച് പേരെങ്കിലും കമൻസ് ആയിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആളെ കണ്ടിട്ടുണ്ടോന്ന്. ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നാണ് നമ്മുടെ വീട്ടിലാൾ പിന്നും വന്നത് കേട്ടോ. വീട് വിട്ടിറങ്ങിയിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ ഓണർ ഇതിനെ ഒഴിവാക്കിയതാണോ എന്ന് അറിയില്ല. നമ്മളെ കമൻസിൽ ഈ സെയിം പൂച്ച ആളുടെ വീട്ടിലും വരാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലം വരുന്നത് പതിയാരക്കരയാണ് കേട്ടോ. ഈ പൂച്ചയെ പറ്റി എന്തെങ്കിലും വിവരം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ദുഷ്ടത്തി നിനക്ക് അതിനെ വളർത്തിക്കൂടെ എന്ന് വെച്ചിട്ടാണ് വേറൊരു കമൻറ്റ് ഉണ്ടായത്. പൂച്ചകളോടുള്ള സ്നേഹം കൊണ്ടും ഇവനെ കണ്ടിട്ട് പാവം തോന്നിയിട്ടായിരിക്കും ആളങ്ങനെ കമൻറ്റ് ഇട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് വിട്ടിറങ്ങി വന്നൊരു പൂച്ചയാണെങ്കിൽ എനിക്ക് അതിനെ അങ്ങനെ എടുത്തിട്ട് വളർത്താൻ പറ്റില്ലല്ലോ. കുറച്ചധികം നേരം ആളിവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഇവിടെ അടുത്തുള്ള വീടുകളിൽ ഏതെങ്കിലും പൂച്ചയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ അന്വേഷിച്ച് വരുമല്ലോ. അങ്ങനെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ എല്ലാ ദിവസവും ഇതേപോലെ നാട് ചുറ്റിയിട്ട് കറക്റ്റ് ടൈമിന് വീട്ടിലെത്തുന്ന ആളും ആവാം. ഇതിനൊക്കെ ചിന്തിക്കുമെങ്കിലും എന്തോ ഇതിനെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. ഇനി ഇതിൻ്റെ ഓണേഴ്സ് ഇതിനെ ഉപേക്ഷിച്ചതായിരിക്കുമോ, അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ തോന്നിയിട്ട് വല്ലാത്തൊരു വിഷമം തോന്നും. അങ്ങനെ തോന്നാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മേലൊക്കെ കുറച്ച് അഴുക്കുണ്ടായിരുന്നു. അതേപോലെ ഒന്ന് ഗ്രൂമിങ് ഒക്കെ ചെയ്യാൻ ടൈം ആയതുപോലെ ഉണ്ട്. എന്തായാലും അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ അതിന് കൊടുക്കേണ്ട ഫുഡൊക്കെ ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പുഴുങ്ങിയ ചിക്കനാണ് കൊടുത്തിട്ടുണ്ടായത്. അതൊക്കെ കഴിച്ച് ആൾ ഹാപ്പി ആയിട്ടാണ് പോയത്.